മയക്കുമരുന്ന് ഒരു സാമൂഹിക വിപത്തായി മാറുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലഹരി മരുന്നുകളുടെ ലക്കുകെട്ട ഉപഭോഗം വ്യക്തികളെ മാത്രമല്ല, കുടുംബങ്ങളെയും തലമുറയെയും സമൂഹത്തെ ആകമാനം താറുമാറാക്കും. സൗഹൃദങ്ങളും പഠനവും കലയുടെ കലപിലയും ലഹരിയാക്കേണ്ട പ്രബുദ്ധ കേരളത്തിന്റെ കൗമാര യൗവനങ്ങൾ ഇന്ന് മദ്യവും മയക്കുമരുന്നും നൽകുന്ന സുഖം തേടിയുള്ള യാത്രയിൽ സർവബോധമണ്ഡലങ്ങളും തകർന്ന് സർവനാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സ്നേഹവും സൗഹൃദവും സ്വന്തം ബന്ധങ്ങളുടെ മൂല്യവുമൊക്കെ നമുക്കിനി ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുമോ? ഇനിയും ഇതിനെതിരെ കേരളത്തിൽ അവശേഷിക്കുന്ന ബോധമുള്ള മനുഷ്യൻ ഉണർന്നില്ലെങ്കിൽ ഇന്ത്യയുടെ, ലോകത്തിന്റെ മുന്നിൽ തന്നെ പ്രബുദ്ധ കേരളം തലകുനിക്കേണ്ടി വരും. തലച്ചോറില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചതിന് മുൻകാലങ്ങളിൽ അമിത മദ്യപാനവും കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുമാണ് ഭീഷണി ഉയർത്തിയിരുന്നതെങ്കിൽ ഇന്ന് കൂടുതൽ മാരകമായ മയക്കുമരുന്നുകൾ വ്യാപകമാകുന്നു. മാരക വിഷവസ്തുക്കളായ രാസവസ്തുക്കളുടെ സങ്കലനങ്ങൾ പോലും ലഹരിക്കായി വിതരണം ചെയ്യപ്പെടുന്നു. മദ്യത്തിന്റെ ലഭ്യത കൂട്ടലാണ് മയക്കുമരുന്നിന്റെ വ്യാപനം തടയാനുള്ള മാർഗമെന്ന ചില വാദങ്ങൾ കേട്ടിരുന്നു. സിന്തറ്റിക് ഡ്രഗുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മദ്യ ലഭ്യത കൂട്ടാനെന്ന പേരിൽ നാടൊട്ടുക്ക് മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. മദ്യത്തിൽ നിന്നുള്ള നികുതി പാവത്തിന്റെ കൂലിയാണ്. നിർദോഷികളുടെ രക്തത്താൽ പങ്കിലമായ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ദുർഗന്ധം വമിക്കുന്നതാകും. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. കുറേ മനുഷ്യരുടെ രക്തത്തിന്റെ മണവും കണ്ണീരിന്റെ നനവുമുള്ള പണം കൊണ്ട് താരതമ്യേന എളുപ്പമുള്ള മാർഗത്തിൽ റവന്യൂ കമ്മി നികത്തുമ്പോഴല്ല, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഒരു സർക്കാരിന്റെ മികവ് മാറ്റുരയ്ക്കപ്പെടുന്നത്. മയക്കുമരുന്ന് വ്യാപനം രാജ്യത്ത് ആകെയുണ്ട്. സാധാ കഞ്ചാവ് തൊട്ട് MDMA വരെ സുലഭം. വേട്ട ആരംഭിച്ചിട്ടുണ്ട്. അവർ ശക്തരാണ്. പെട്ടെന്ന് വലയിൽ കുടുങ്ങില്ല. കുടുങ്ങുന്നത് ലോക്കൽ ചില്ലറ വിൽപ്പനക്കാർ മാത്രം. കൊതുക് വ്യാപകമാവുമ്പോൾ നമുക്ക് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ സത്യത്തിൽ കൊല്ലേണ്ടത് കൊതുകിനെയല്ല, മറിച്ച് കൊതുകിനെ ജനിപ്പിക്കുന്ന പരിസരങ്ങളാണ് ഇല്ലാതാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. മയക്കുമരുന്ന് മാഫിയ പ്രതിരോധം തീർത്തുകൊണ്ടേയിരിക്കും. ആദ്യം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ വാടപ്പിക്കുക എന്നതായിരിക്കും. പണവും ഭീഷണിയും കൊലപാതകങ്ങളും അവർ അതിനുവേണ്ടി ഉപയോഗിക്കും. അതോടെ മയക്കുമരുന്ന് സംബന്ധമായ വാർത്തകൾ മീഡിയകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതോടെ ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയെ തകർത്തു എന്ന മൂഢവിശ്വാസത്തിൽ ജനങ്ങൾ ജാഗ്രത കൈവിടും. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസലഹരി MDMA, മെത്താഫിറ്റാമിൻ ലാബുകളിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇത് ആമാശയത്തിലൂടെയോ മൂക്കിലൂടെയോ നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഉടൻ തന്നെ രക്തത്തിൽ കലരുകയും രക്തത്തിന്റെ ഹാപ്പി ഹോർമോണുകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സന്തോഷം, ഉന്മാദം, സങ്കടം, വയലൻസ് ഏതവസ്ഥയിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഒന്നോർക്കുക, MDMA ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നിർവീര്യമാക്കാനുള്ള മറുമരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറയുക, അങ്ങനെ എന്തു വേണമെങ്കിലും സംഭവിക്കാം. പ്രധാനമായും കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന വ്യതിയാനം കാരണമുണ്ടാകുന്ന പെട്ടെന്നുള്ള മരണം, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാനുള്ള ഉയർന്ന സാധ്യത, ശരീരത്ത് കഫക്കെട്ട്, ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ വഷളാകുക, വളരെ ദുർബലമായ പ്രതിരോധ ശേഷി, കിക്ക് നിൽക്കുന്ന മണിക്കൂറുകളിൽ 120 മുകളിലുള്ള വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് കാരണം ആവശ്യത്തിനനുസരിച്ചുള്ള ഓക്സിജൻ കിട്ടാതെ ഉണ്ടാകുന്ന ഹൃദയസ്തംഭനം, MDMA പോലുള്ള രാസലഹരിയുടെ ഉയർന്ന അളവിലുള്ള ഉപഭോഗം നാഡീവ്യവസ്ഥകളെ താറുമാറാക്കും. അലക്ഷ്യമായ വസ്ത്രധാരണം, മുഖത്തു നോക്കി സംസാരിക്കാൻ വിമുഖത കാണിക്കുക, ശരീരത്തിലും വസ്ത്രത്തിലും പുകയുടെ മണം, അകാരണമായ വിശപ്പ്, ഏകാന്തത ഇഷ്ടപ്പെടുക, വൃത്തിയില്ലായ്മ, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒന്നുറപ്പിക്കാം, അയാൾ ലഹരിക്കടിമയാണ്. എന്റെയോ നിങ്ങളുടെയോ അല്ല, വളർന്നു വരുന്ന ഒരു തലമുറയാണ് ലഹരിയിൽ മുങ്ങി വഴിതെറ്റിപ്പോകുന്നത്. പ്രിയമുള്ള യുവാക്കളെ, ലഹരി ഉപേക്ഷിക്കൂ. ജീവിതം തന്നെ ലഹരിയാക്കൂ.